ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇമ്പോർട്ടായി വന്നിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നാണ്. അതായിട്ട് നമ്മൾ ബാങ്കിങ് എന്നുള്ള മോഡ്യൂളിലോട്ട് പോകുന്നു. ഇവിടെ വൺ ട്രാൻസാക്ഷൻ നമുക്കിവിടെ പെൻഡിങ് ആയിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് നരേഷൻ വന്നിരിക്കുന്നത് ഇക്വിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ആണ് ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാറ്റഗറൈസ് മാനുവലി എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കസ്റ്റമർ അഡ്വാൻസ് ഉണ്ട്, കസ്റ്റമർ പേയ്മെൻ്റ് ഉണ്ട്, ട്രാൻസ്ഫർ ഫ്രം അതർ അക്കൗണ്ട് ഉണ്ട്, ഇൻട്രസ്റ്റ് ഇൻകം, അതർ ഇൻകം, എക്സ്പെൻസ് റീഫണ്ട്, ഡെപ്പോസിറ്റ് ഫ്രം അതർ അക്കൗണ്ട്സ്, ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ, വെണ്ടറിൻ്റെ റീഫണ്ട്, അതുപോലെ തന്നെ വെണ്ടർ പേയ്മെൻറ്റിൻ്റെ റീഫണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇപ്പം നമ്മളുടെ ഒരു പേയ്മെൻറ്റിൻ്റെ നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. കസ്റ്റമറിൻ്റെ പേയ്മെൻറ്റ് അഡ്വാൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഹെഡിങ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ വേറൊരു അക്കൗണ്ടിലേക്ക് ഇൻ്റർ ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്ഫറും അതർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ദെൻ ഏതെങ്കിലും ഇൻകം നമുക്ക് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റോ ഏതെങ്കിലും അതർ ഇൻകം ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ അതർ ഇൻകം എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ഓൾറെഡി പേ ചെയ്ത ഒരു എക്സ്പെൻസ് നമുക്ക് റീഫണ്ട് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെൻസ് റീഫണ്ട് ആണ് നോക്കേണ്ടത്. ദെൻ നമുക്ക് ഡെപ്പോസിറ്റ് ഫ്രം അതർ അക്കൗണ്ട് എന്നുള്ളത് നമ്മുടെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിലാണ് നോക്കേണ്ടത്. ദെൻ ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓണർ, നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളത് ക്യാപിറ്റൽ ലിക്വിഡിറ്റി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ ഉള്ള ആ ഒരു കാറ്റഗറി യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് വെണ്ടർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു എമൗണ്ട് റീഫണ്ട് വന്നിട്ടുണ്ടെങ്കിലോ വെണ്ടറിൻ്റെ ക്രെഡിറ്റ് റീഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം എനിക്ക് വന്നിട്ടുള്ളത് ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഒരു പാർട്ട്ണറിൻ്റെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഏത് അക്കൗണ്ടിലേക്കാണ് ഈ എമൗണ്ട് പോവേണ്ടത്, ഇവിടെ നമുക്ക് ഇക്വിറ്റി എന്നൊരു അക്കൗണ്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഓണേഴ്സ് ഇക്വിറ്റി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് അപ്പം നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബാങ്കിൽ വന്ന ട്രാൻസാക്ഷനെ കാറ്റഗറൈസ് ചെയ്യുന്നത്.